ഒരു സ്ത്രീയുടെ ആനന്ദാവസ്ഥകളെ കുറിച്ച്, നിഗൂഢമായിട്ടുള്ള ചില മനോസഞ്ചാരങ്ങളെ കുറിച്ചൊക്കെ സത്യത്തിൽ അപ്പോഴേ ഞാൻ മനസ്സിലാക്കണോ, പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ. ഒരു പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് പ്രണയം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം, നമുക്ക് ഇരിക്കാം, ഒരു ചായ കൂടി, ഇനി ഒന്നിച്ചെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്നില്ല? നമ്മൾ അത്ര മോശം മനുഷ്യരല്ലല്ലോ. അപ്പം ഞങ്ങൾക്കത് മനസ്സിലായി, നമ്മുടെ ഉള്ളിൽ ഇമോഷണൽ സ്പേസ് ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തോട്ടിയിടും, മിസ് ചെയ്യുന്നുണ്ട്, അവളെ മിസ് ചെയ്യുന്നുണ്ട്, അവനെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ അത്രയ്ക്കും അത് ആരോഗ്യപരമായിട്ട് നമ്മളൊരു എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വാട്ട് എവർ സോക്കോൾഡ് അവിഹിതം എന്ന് മറ്റുള്ളവർ വിളിച്ചേക്കാമായിരുന്ന ഒരു കാര്യത്തിനെ ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും സ്വജീവിതം വെച്ച് മനസ്സിലാക്കുകയും അത് എന്തുകൊണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരിടത്ത് നിന്ന് ഞങ്ങൾ കുറേ പോയി. ഇമ്മീഡിയറ്റ്ലി നമുക്ക് അട്രാക്ഷൻ തോന്നുന്നതാണ് പ്രണയം, അതിൽ ലസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് സമ്മതിച്ചു തരാൻ നമ്മളെ മൊറാലിറ്റി സമ്മതിക്കുന്നില്ല. മനുഷ്യൻ്റെ ഒരു ജൈവിക ചോദനയിൽ ലസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് സിൻഫുള്ളായിട്ട് നമ്മൾ കാണുന്നത്. 21-കാരിയല്ല ഇന്ന് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഈവൻ 24/7 ഓൺ ഒരു റൂഫിൻ്റെ അടിയിൽ തന്നെ വേണമെന്നില്ല. പക്ഷെ സംവേർ ഐ ബിലോങ് എന്നുള്ള ഫീല് തരണം എനിക്ക്. ആരെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് രാത്രി ആകുമ്പോൾ ഗുഡ് നൈറ്റ് പറയാനും, നീ ഭക്ഷണം കഴിച്ചാൽ ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കാൻ കഴിയുന്ന, ഞാൻ എവിടെയോ ബിലോങ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചി, നമ്മളെപ്പോഴും നമ്മുടെ ഒരു പ്രതിഷേധങ്ങളെക്കുറിച്ചും കലഹങ്ങളെക്കുറിച്ചും നിരന്തരം അത് തന്നെയാണ് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. അതല്ലാതെ നമുക്ക് നമ്മുടെ ആനന്ദങ്ങളെക്കുറിച്ച്, ഒരു സ്ത്രീയുടെ ആനന്ദാവസ്ഥകളെക്കുറിച്ച്, നിഗൂഢമായിട്ടുള്ള ചില മനോസഞ്ചാരങ്ങളെക്കുറിച്ചൊക്കെ, അത്തരം ഇപ്പം ഇതിൽ പ്രണയത്തെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രണയം അനുഭവിച്ചതിനെ കുറിച്ച്, പ്രണയം നിഷേധിച്ചതിനെ കുറിച്ച്, പ്രണയം നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുറച്ച് സമയം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ. പിന്നെ അതാണ് സംസാരിക്കേണ്ടത്, നമ്മൾ റിജുവനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പ്രണയം പറഞ്ഞ അനുവിനോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് എന്ന് വെച്ചാൽ അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷണം, വെള്ളം പോലെയൊക്കെ തന്നെയുള്ളൊരു നീഡ് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുക, എനിക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ മനുഷ്യർക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിലാണ് മനുഷ്യൻ്റെ ആദ്യ വേദന തന്നെ തുടങ്ങുന്നത്. ബാക്കി എന്തില്ലായ്മയും നമുക്ക് പരിഹരിക്കാൻ പറ്റും സ്വയം. ഇതങ്ങനെയല്ല, വേറൊരാളിനാൽ പൂരിപ്പിക്കപ്പെടേണ്ട ഒന്നും കൂടിയായിട്ടാണ്. അങ്ങനെ ഒരു എന്താ പറയേണ്ട ഒരു പൂർണ്ണതയില്ലായ്മ എനിക്കുണ്ട്. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, എനിക്കുണ്ടത്. അപ്പോൾ എനിക്കെപ്പോഴും അങ്ങനെ സ്നേഹിക്കപ്പെടുന്നത് ഭയങ്കര ആഗ്രഹമുള്ള, ഒറ്റയ്ക്കാവാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ക്ഷിപ്രപ്രണയിനി ഒന്നും അല്ലെങ്കിലും പൊതുവെ സുന്ദരം, എൻ്റെ കൺസെപ്റ്റിലെ സൗന്ദര്യമുള്ള മനുഷ്യരോടൊക്കെ ഭയങ്കര അട്രാക്ഷൻ തോന്നുകയോ പിന്നെ പ്രേമിച്ചാൽ കൊള്ളാമെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ഇതെല്ലാം മാസ്ക്ഡ് ആയിട്ടാണ് ജീവിച്ചത്. കാരണം എൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഞാനിതിനെ മാസ്ക് ചെയ്ത് എനിക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും. ശരിക്കും കാമോഫ്ലാഷ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നടക്കുക. പക്ഷെ എനിക്ക് അറിയുള്ളൂ ഉള്ളിൽ എന്തുമാത്രം ഇത് ആഗ്രഹിച്ചിട്ട് നടക്കുന്നത്. എല്ലാ സ്ത്രീകളൊക്കെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയി പറയുക എന്നുള്ളതൊന്നും നടപടിയാവുന്ന കാര്യമില്ല. ഞാൻ പറയാറില്ല, ഇങ്ങോട്ട് വന്ന് പറയട്ടെ. അത് എനിക്ക് തോന്നുന്നു നമുക്കൊരു നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു പ്രത്യേകത സ്ത്രീക്ക് അതർവൈസ് തന്നെ ഉണ്ടല്ലോ. ബയോളജിക്കലി നമ്മളാണല്ലോ ആ ഒരു ഗ്രിപ്പ്, നമുക്കാണല്ലോ നാച്ചുറൽസ്. മറ്റൊരു വന്ന് പാഞ്ഞ് വന്ന് കയറല്ലേ, അതിലെന്തെങ്കിലും ഒന്നിനല്ല. നമ്മൾ അണ്ടത്തിൻ്റെ ഒരു കാര്യം തന്നെ എടുത്താൽ അങ്ങനെയാണല്ലോ. നമ്മൾ അതിൽ നിന്ന് ഒരു ഏറ്റവും കരുത്തായ ഒന്നിനെ. അപ്പോൾ ഈ നാച്ചുറൽ സെലക്ഷൻ്റെ ക്വാളിറ്റി നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവെ ആണുങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഈ സാധനമുണ്ട്. ഇതുങ്ങൾ പാഞ്ഞ് നടക്കുന്നുണ്ടാവാം. അതൊക്കെ ജൈവികമായ കാര്യങ്ങളാണ്. പിന്നെ മോറൽ സോഷ്യൽ കൺസ്ട്രക്ഷൻസ് വേറെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കിടന്നിട്ട് നമ്മൾ ആ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്ത് പിന്നെ നമ്മളെ ജീവിത സാഹചര്യങ്ങളും കൂടെ നമ്മളെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിച്ചു പോകണമെന്നുള്ളൂ. പക്ഷെ ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഞാൻ പറഞ്ഞില്ല, 7 വയസ്സ് തൊട്ട് തന്നെ പ്രേമകുഞ്ചമായിരുന്നു. അമിതാഭ് ബച്ചനെ കണ്ടപ്പോൾ അമിതാഭ് ബച്ചനോട് പ്രേമം, അയാളെ കല്യാണം കഴിക്കണം. അത് കഴിഞ്ഞ് വളർച്ചയുടെ ഘട്ടത്തിൽ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ട് എനിക്ക് ശങ്കർ മരിച്ചതൊന്നുമല്ല എൻ്റെ വിഷമം. എന്നാലും ആ ചേട്ടൻ്റെ കാലും ആ ജീപ്പ് കയറ്റി അങ്ങനെ കൊല്ലേണ്ടിയിരുന്നു. അത് മോഹൻലാലിനോട് എന്തോ ഒരു സിമ്പതി. അയാള് അപ്പം ഞാനങ്ങനെ ആലോചിക്കുന്ന വെച്ചാൽ അയാൾ അങ്ങനെയല്ലാതെ എങ്ങനെയാവും? അയാൾ 2ാം അമ്മയുടെ പീഡനമൊക്കെ സഹിച്ച്
ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അയാൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ ന്യായീകരിച്ചെടുക്കണമല്ലോ, നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഞാനാണെങ്കിൽ കൊല്ലണ്ടിയിരുന്നില്ല അങ്ങനെ. അപ്പം എനിക്ക് എൻ്റെ ഭയങ്കര ക്രഷായിരുന്നു. സിനിമയിൽ വരുന്ന ആളുകളോട് നമുക്ക് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ കിട്ടിയത് തന്നെ ഇതാണല്ലോ. നമ്മൾ പൊതുവെ ആണും പെണ്ണും ഓപ്പണായിട്ട് പ്രേമം ഡിക്ലെയർ ചെയ്യാൻ തയ്യാറാവുന്നത് സെലിബ്രിറ്റികളോടാണ്. അതെ, കാരണം നമുക്ക് തന്നെ അറിയാം, പരസ്പരം നമുക്കറിയാം നമ്മളിവിടെ ഇങ്ങനെ തുച്ഛ ജീവിതങ്ങളിൽ നിൽക്കുന്നത്. അവർ സ്റ്റാറാണ്, ഇതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ ധൈര്യത്തിലാണ് നമ്മൾ. പക്ഷെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരാൾ ലാലേട്ടനെ പോലെയാണെങ്കിൽ നമ്മൾ മിണ്ടുവോ? കാരണം അതോടുകൂടി കഥകൾ വരും എന്നറിയാം. പക്ഷെ ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു സന്തോഷം. അപ്പം ഞാൻ അങ്ങനെ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് പ്രണയങ്ങൾ ഉണ്ടായോ എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ ആ പുസ്തകത്തിൽ പറയുന്ന കോളേജിൽ പോകുമ്പോൾ എൻ്റെ സന്തോഷം എന്താണെന്നറിയും, മലയാള മനോരമയും മംഗളമൊക്കെ വായിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിലെ പോലെ ഒരു ചേട്ടനെ കാണും. കോളേജിൽ വെച്ചിട്ടാണല്ലോ പിന്നെ എപ്പോഴും പ്രണയങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഞാനൊരു ചേട്ടനെ കാണും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇയാളെ കണ്ടൊഴിക്കാൻ വെച്ചാൽ ഇതാണ് എൻ്റെ ചേട്ടൻ, അങ്ങനെ ആലോചിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ചേട്ടന് ഒരു കാമുകി ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടന് മനസ്സിലായിട്ടോ എനിക്ക് അയാളോട് പ്രേമുണ്ടെന്ന്. അപ്പോൾ അയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് എന്താന്ന്, അവർ ഓൾറെഡി എൻഗേജ്ഡാ, മാമൻ്റെ മോളാണ്. പക്ഷെ പാവട്ടോ ചേട്ടൻ കുറച്ച് വർഷം മുമ്പ് മരിച്ചുപോയി. അതങ്ങനെ ഒരു പ്രേമം. വേറെ ഒന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, പള്ളിയിലുള്ള ഒരു സുഹൃത്ത്. പക്ഷെ ഇതൊന്നും പ്രേമത്തിലേക്ക് ഡെവലപ്പ് ചെയ്യില്ല. ഇഷ്ടമുണ്ട് ഇങ്ങനെ. പക്ഷെ ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര രസമുള്ള ഒരു അനുഭവം ഇതിൽ എഴുതാൻ. അത് അടുത്ത ചാപ്റ്റർ എപ്പോഴെങ്കിലും എഴുതാം. അതൊക്കെ കട്ട് ചെയ്ത് പോയതാണ്. ബാലുവിനും കൂടി അറിയുന്നതാ. ഞാൻ NSDയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് അന്ന് 2ാമത്തെ റൗണ്ടിലേക്ക് ഓഡീഷന് പോകുമ്പോൾ ബാലു വന്നില്ല. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടില്ല. ഭയങ്കര ഡിപ്രഷനാണ്. രവിശങ്കർ അപ്പാച്ചി എനിക്ക് ഒരു ബുക്കൊക്കെ തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്കൊരു കിട്ടുന്നതാണ് ഫീമെയിൽ യൂണിക് എന്ന് പറഞ്ഞിട്ട് ഗ്രഹാംഗീർ എഴുതിയിട്ടുള്ള ബുക്ക്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇംഗ്ലീഷ് ബുക്കൊന്നും വായിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്കിത് കിട്ടിയതിൻ്റെ സന്തോഷം, ഇത് ആരാണ് എന്താണ്. അപ്പോൾ ഞാനിങ്ങനെ വലിയ പവറിൽ ഇങ്ങനെ ബർത്തിലൊക്കെ ഇരുന്ന് വായിക്കാം. അപ്പോൾ നല്ല ചെറുപ്പം പിള്ളേരുകളാണ്. എനിക്ക് തോന്നുന്നു മേ ബി എന്നേക്കാളും 1-2 വയസ്സ് സെയിം ഏജ് വരും. അപ്പുറത്തെ ബർത്തിൽ ഒരുത്തനുണ്ട്, അവനിങ്ങനെ എന്നെ നോക്കി കിടക്കുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണും എന്നൊരു ഇടയുന്നുണ്ട്, മിണ്ടുന്നൊന്നുമില്ല. ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ചെന്നൈയിൽ ഇറങ്ങണം. ഞങ്ങളന്ന് ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഒന്നിങ്ങനെ ചെറിയ ചുരിദാറുടെ, എനിക്ക് 23 വയസ്സ്. നമുക്ക് സ്വാഭാവികമായിട്ട് കല്യാണം കഴിഞ്ഞ ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ എന്നോട് കല്യാണം കഴിഞ്ഞോന്നൊന്നും ചോദിച്ചില്ല. ഞാനും പറയേണ്ട ആവശ്യമൊന്നും തോന്നിയില്ലല്ലോ. ക്രഷൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ വീട് എവിടെയാണ്, നാട് എവിടെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്, ഇന്നതിൽ. അപ്പോൾ ആ തെരുവിൽ എവിടെയാണ്, അപ്പോൾ ഞാൻ ഇന്ന സ്ട്രീറ്റിലാണ്, ഇത്ര നമ്പർ വീടാണ്. പക്ഷേ ഇയാളാണെങ്കിൽ വെല്ലൂർക്കുള്ള ആളാണ്, ഒരിക്കലും ടൗണിലുള്ള ആളല്ല. അപ്പോൾ ആള് ചേട്ടൻ്റെ കല്യാണത്തിന് വരുന്നത്. അങ്ങനെ നമ്മൾ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ നമുക്ക് കണ്ണും കൈമാറിയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ചെറിയ പ്രേമത്തിൻ്റെ എലമെൻ്റ് ആണെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നു, ബാലുവിനോട് പറഞ്ഞു എനിക്കത് കിട്ടിയില്ല, എനിക്ക് കിട്ടേണ്ടതായിരുന്നു, അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. അപ്പോൾ ബാലു പറഞ്ഞാൽ പോട്ടെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കിട്ടിയില്ല, നമുക്ക് വേറെ വഴി, നാളെ അടുത്ത പോലെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ, അന്ന് ഫോണും കത്തൊന്നും ഇല്ലല്ലോ, ഞാൻ കുത്തിയിരുന്ന് ഇങ്ങനെ ഈ പുസ്തകം, ഏതോ ഒരു പുസ്തകമായിരുന്നു വായിക്കുന്നു. ബാലു കിടന്ന് ഉറങ്ങുകയാണ്. ഒരാൾ ഗേറ്റ് തുറന്നു വരുന്നു. ഞങ്ങൾക്ക് മേലെ, താഴെ ഹൗസ് ഓണേഴ്സാണ്. ഞാൻ നോക്കുമ്പോൾ ഈ ചെറുക്കൻ, ഞാൻ ഓടിച്ചെന്നിട്ട് ബാലുനോട് ചേട്ടാ കുറച്ച് നേരത്തേക്ക് ചേട്ടാ എൻ്റെ ആങ്ങളെയാ. അതെടാ ബാലു, ഞങ്ങൾക്കുള്ളിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതായിരുന്നു. കുറച്ച് നേരത്തേക്ക് ചേട്ടാ എൻ്റെ ആങ്ങളെയാ കേട്ടോ. ബാലു ഇങ്ങനെ ഓർക്കുന്നത് എന്താ, കുറച്ച് നേരത്തേക്ക് എൻ്റെ ആങ്ങളെ പ്ലീസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇയാൾ വന്നപ്പോൾ ഞങ്ങളപ്പോൾ അന്നൊരു കച്ചേരി കാണാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാലു നീ റെഡി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെക്കൻ വരുന്നു ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ബാലു തരുന്നു. അപ്പോൾ ഇയാൾ വിചാരിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ അപ്പ അമ്മ എങ്കിയെന്നൊക്കെയാ. അപ്പോൾ പോലെ അപ്പം ഊരിലിരിക്കുകയെന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പേര് ഇത് ഞങ്ങളിങ്ങനെ കണ്ടതാണ്. അപ്പോൾ ഇയാൾ എന്നോട് പറയണേ, അല്ല നീ എന്തിനാണ് NSDയിൽ ചേരുന്നത്, ഞാൻ പൂനെയിലേക്കാണോ പോകുന്നത്, നിനക്ക് അവിടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. എന്നിട്ട് ബാലുവിനോട് പറയണേ, അല്ല ഇവർ എന്തിനാ NSDയിൽ ചേരുന്നത്, ഇവരെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിട്ടുകൂടെ. അപ്പോൾ ബാലു ഇങ്ങനെ നമുക്ക് ആലോചിക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞു. ബാലു പെട്ടെന്ന് തന്നെ ഞാൻ കുളിച്ച് റെഡിയാവാന്ന് പറഞ്ഞു. ഞാൻ വേഗം ചായ എടുക്കുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ കച്ചേരി കാണാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് 5 മണിക്കാണ്. ഭാഗ്യത്തിന് അരമണിക്കൂറാണ് സമയം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചെന്നെ പോയി. അയാളെ വഴിക്ക് കയറിപ്പോയി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബാലുവിനൊരു കത്ത്,
എനിക്ക് നിങ്ങളെ പെങ്ങളെ ഇഷ്ടമായി, കല്യാണം ആലോചിച്ചൂടെ. എൻ്റെ വീട്ടിൽ ഞാൻ ഇളയ മോനാണ്, 3 മക്കളിൽ ഞാൻ ഇളയ മോനാണ്. എനിക്ക് ഒരു വിരോധവും ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ വേറെ ജാതിയോ മതമോ വേറെ സ്റ്റേറ്റ് ആയതുകൊണ്ടൊന്നും പ്രശ്നമില്ല. എനിക്ക് വേറെ കത്ത്, നീ ഇത് നിൻ്റെ വീട്ടിൽ പറയണം പറഞ്ഞിട്ട്. അങ്ങനെ ബാലു പറയാം, നീ ആള് കൊള്ളാലോ. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ കണ്ണും കൈമാറിയെന്നേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കുറേ തമാശയൊക്കെ ഞാൻ ഒപ്പിക്കും. അതേസമയം ബാലു ഈ തമാശ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനത് പൊളിക്കും. ബാലു നമ്മൾക്ക് ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ ബാലുവിനെ എപ്പോഴും ഒരു പെണ്ണിങ്ങനെ ഭയങ്കര കൊഞ്ചലാണ് അവൾക്ക്. അപ്പോൾ നമുക്കിത് അറിയാമല്ലോ, ഈ ബോഡി ലാംഗ്വേജ് അറിയാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നോക്കാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ പാവാടിയും ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അവിടെ ആർക്കും അറിയില്ല ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ ബാലുവിൻ്റെ പെങ്ങളാണെന്നാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുന്ദരി പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഇളകും എനിക്ക്. അപ്പോൾ ബാലുവിനൊരു ഗുണക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത് ശ്രദ്ധിച്ചു. ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വെള്ളിയാഴ്ചകളിലാണ് ഇവരിങ്ങനെ പോവുക, പൂവൊക്കെ വെച്ച് കനകാമ്പരൊക്കെ ചൂടിയിട്ട് ഞാൻ നല്ലോണം ചുമന്ന് സാരി കൊടുത്തു, പൊട്ടൊക്കെ വെച്ച് ഇവിടെ സിന്ദൂരം, ഒരു കാര്യമില്ലാണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി സിന്ദൂരൊക്കെ വെച്ച് മുല്ലപ്പൂ വെച്ചിട്ട് അവിടെ വന്ന് കുത്തിയിരുന്നു. ഞാനിന്ന് പൊളിക്കും, ഞാനിന്ന് പൊളിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവരിങ്ങനെ പെട്ടെന്ന് നോക്കുന്ന എല്ലാവരും ചോദിക്കുന്നത് ഞാൻ എന്ത് വിചാരിച്ചത്, അണ്ണൻ തമ്പിയാന്ന് വിചാരിച്ചാൽ ഞാൻ പൊണ്ടാട്ടിയാണെന്നൊക്കെ പറഞ്ഞ് ഇമാതിരി ഞാൻ പൊളിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ, പാവം. അപ്പം ഇങ്ങനത്തെ പല തമാശകളും ഞങ്ങൾ ഒപ്പിക്കും. ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ എനിക്ക് സീരിയസ് ആയിട്ട്, പക്ഷെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യമുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. ഈ കുറുമ്പുകളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ കുട്ടികളല്ല, അന്നൊക്കെ പറഞ്ഞാൽ എന്താ 10-21 വയസ്സേ ഉള്ളൂ. അപ്പം ഞാനിത് ചെയ്യുമ്പോഴും നമുക്കറിയാം ഇത് തന്നെ നമ്മുടെ ഇതാണ് സെറ്റിൽമെൻറ്റ്, ഇതാണ്, ഇതിനകത്തുനിന്ന് ഒന്നും വേറെ പോകുന്ന പരിപാടിയല്ലേ. ഈ കുസൃതികളൊക്കെ ഇങ്ങനെ ഒപ്പിക്കും, ഇതൊക്കെ ബാലുവിനോട് പറയുകയും ചെയ്യും. ബാലു അങ്ങനെ തന്നെയാണ്. ബാലുവിനെ വെച്ചാൽ മോറോവർ എന്നെ ഒരു കുട്ടിയെ പോലെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ജീവിച്ച് തുടങ്ങിയ കുട്ടികളായി നമ്മളെ ഈ പ്രാരാബ്ദങ്ങൾ, നമ്മളെ സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ ഓരോന്നോരോന്ന് അപ്പോഴാണല്ലോ നമ്മൾ ശരിക്കും വിടർത്താൻ തുടങ്ങുന്നത്. അവിടെ വരുമ്പോൾ നമ്മുടെ അകക്കാമ്പിൽ ഒന്നുമില്ലാത്ത പോലെ നമ്മൾ ഭയങ്കര ശൂന്യരായി തീരുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഘട്ടെത്തുമ്പോൾ പോലും ഞാൻ വേറെ ബന്ധങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കും. എനിക്കപ്പം മുഴുവൻ എൻ്റെ പ്രയോറിറ്റി മക്കൾ, ബാലു, കുടുംബം. അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കളിച്ച് നടക്കുകയാണ്. അന്ന് കുട്ടികൾ വേണ്ടാന്നുള്ള തീരുമാനമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു ഭയങ്കര കുട്ടിത്തുള്ളൊരു കാലം. അതിൽ നിന്നൊക്കെ മാറി പിന്നെ നമ്മൾ കുറച്ചുകൂടി ഗൗരവപൂർവ്വം വിഷയങ്ങളെ, സമൂഹത്തെ, ജീവിതത്തെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ നനുത്ത ഭാവനകളൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിൽ നിന്ന് എന്നെ ബാലു അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് 42-ാം വയസ്സിൽ. അതെനിക്കെന്ന് പറഞ്ഞാൽ തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ചാൽ വീട്ടിൽ അമ്മ മരിച്ചു, എനിക്ക് നാടെന്ന് പറഞ്ഞാൽ അമ്മ മാത്രം. അപ്പോൾ അമ്മയില്ലാത്ത നാട്ടിൽ പോകാൻ ഇഷ്ടമല്ലെന്ന് ബാലുവിനും അറിയുന്ന കാര്യം. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ബാലുവിനോട്, ചേട്ടാ എനിക്ക് പോകണ്ട, എന്തിനാണ് മക്കൾ 18 വയസ്സായി, അവരെ നമുക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല, നമുക്ക് ഇവിടെ നല്ല എന്തെങ്കിലുമൊക്കെ ജോലി, എനിക്കും ജോലി ഉണ്ടല്ലോ, നമ്മൾക്ക് അങ്ങനെ പോവാന്നൊക്കെ പറയുമ്പോൾ പുള്ളി എന്തുകൊണ്ടൊക്കെ. അപ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിലായി, അത് പിന്നീടാണ് മനസ്സിലാവും കേട്ടെ എന്തുകൊണ്ടാണെന്നുള്ളത്. അത് ഞാൻ പക്ഷെ ബാലുവിനോട് ഞാൻ കെഞ്ചി പറയുന്നുണ്ട്, നിങ്ങളിത് ഞാൻ വഴുക്കുന്നൊരു പ്രതലത്തിൽ അള്ളി പിടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്, നിങ്ങളെന്നെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്, ഞാനത് എവിടേക്കായിരിക്കും ഊർന്നു പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതുപോലും കേൾക്കാം. പിന്നെ എനിക്ക് ഒരുപാടൊന്നും കെഞ്ചാൻ പറ്റില്ല, ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഈവൻ ബാലുവിൻ്റെ ചേട്ടന്മാർക്ക് വരെ ആ സമയത്ത് തന്നെ പറഞ്ഞു വിടും. അപ്പോൾ അതാ പറഞ്ഞാൽ എനിക്ക് എന്തുമാത്രം ചില സമയത്ത് അസേർട്ടീവായിട്ട് എനിക്ക് കാര്യങ്ങളെ കാണാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ വന്ന് കരഞ്ഞു പിഴിഞ്ഞൊക്കെ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ വെച്ചാൽ അതൊരു 16 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയൊരു വലിയ ഇടം ഉണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ പെട്ടെന്ന് ഒന്നും അല്ലാതെ ഇങ്ങനെ വരും. അപ്പോൾ ആൾ എന്നെ സ്പോൺസർ ചെയ്തുകൊണ്ടാണല്ലോ ആൾക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കങ്ങനെ യാചിക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ചേച്ചി പറഞ്ഞത് എന്താണെന്നറിയാം, നീ എന്തിനു പറഞ്ഞു, നിനക്ക് അവിടെ ജോലിയുണ്ട്, നിനക്ക് അവിടെ ജോലി ചെയ്യാനുള്ള എല്ലാ ആർജവും ഉണ്ട്, അങ്ങനെ അവൻ നിർബന്ധിക്കുകയാണെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം വെച്ചാൽ പാസ്പോർട്ട് എടുത്ത് അവിടെ എറിഞ്ഞു കളയണം, നിന്നെ അങ്ങോട്ട് കയറ്റി വിടുമൊന്നുമില്ല. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ശരിയാണല്ലോ, അതങ്ങ് കീറി വെച്ചാൽ പോരെ. അല്ല ഞാൻ പറഞ്ഞ ചില അത്രയും എക്സ്ട്രീം സ്റ്റെപ്പുകളൊന്നും എടുക്കാനല്ല തോന്നുന്നു. ഞാൻ ഭയങ്കര സെൽഫ് ഡിസ്ട്രക്റ്റീവായിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സൂയിസൈഡൽ അറ്റംപ്റ്റ് ഒക്കെ നടത്തുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കും എന്നെ വേണ്ട, ഇതാണ് എൻ്റെ ഇമ്മീഡിയറ്റ് സാധനം. ഇതെനിക്ക് എപ്പോഴും ജീവിതത്തിൽ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യബന്ധമാണ് ഞാൻ ഭയങ്കര ക്ലിങ്ങി ആവും, അങ്ങനെ ഇമോഷണലി ക്ലിങ്ങി ആവുന്നു. അത് മേ ബി ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് അനുഭവിച്ചതാണ്, എപ്പോഴും ഈ ഒരു കെയറും കിട്ടാതെ വളർന്നിട്ട്. അപ്പോൾ ഇതുണ്ടെന്ന് ബാലുവിനോട് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ആൾക്ക് എത്രത്തോളം എത്തിയെന്ന് എനിക്കറിയില്ല. ഇനിയിവ തിരിച്ചു വന്നിട്ട് ഞാൻ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോറിൻ ലാൻഡിലാണ്, എനിക്ക് ആരുമില്ല, ഞങ്ങൾ എറണാകുളത്ത്. അപ്പോൾ പിന്നീട് ഈ സൗമ്യേഷി ഉണ്ടാവുന്നു, പുറത്തേക്ക് വരുന്നു, സുഹൃത്തുക്കളെ കാണുന്നു, നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിലും നമ്മൾ പറയില്ല, നമ്മൾ ഓരോ കാര്യത്തിന് തന്നെ ഒരേ പർപ്പസിൽ വേണ്ടി വർക്ക് ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്. അത് കുറച്ചും കൂടി അധികം ഒരാളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്.
സത്യത്തിൽ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണോ പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ. ഒരു പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് പ്രണയം. ആ കരുതലാണ് പ്രണയം എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഞാനും കുറച്ചുകൂടി ഇമോഷണലി മാത്രം ഇൻ്റലക്ച്വലി ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്ന വളരെ ഞാൻ പറഞ്ഞൊരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും അതിനെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ അത് ക്രേവിങ് ആയിരുന്നു എൻ്റെ. ഞാനത് ബാലുവിനോട് പറയുന്നുണ്ട്. ഞാൻ പറയും ചേട്ടാ എനിക്കിതാ വേണ്ടിയിരുന്നേ, വേറെ ഒന്നും വേണ്ട. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം, നമുക്ക് ഇരിക്കാം, ഒരു ചായ കൂടി ഇനി ഒന്നിച്ചെന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് എന്തുകൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്നില്ല? നമ്മൾ അത്ര മോശം മനുഷ്യരല്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പേസ് എന്നിൽ നിന്ന് വേണ്ടാത്തത്? അത് എനിക്ക് ഭയങ്കര ഏകാന്തത ഉണ്ടാക്കിയിരുന്നു എല്ലാ കാലത്തും, എല്ലാ അർത്ഥത്തിലും. അതിൻ്റെ ഫിസിക്കൽ നീഡിനെ പോലും ആൾ അത്രയും റിജക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി. അത് വർഷങ്ങളോളം ഇപ്പം ഞാൻ അതിനോട് യൂസ്ഡ് ആയി. അത് അങ്ങനെയായിരിക്കും, ഇനി അങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മൾ കാണുന്ന സ്ത്രീ ജീവിതങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അത്രയും സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു ജീവിതവും എൻ്റെ ചുറ്റുപാടും എൻ്റെ അമ്മയുടെ അപ്പനെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറിട്ടൊരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ തെറ്റ് ശരികളൊന്നും ആലോചിക്കുന്നില്ല. അതൊരു ബ്രീത്തിങ് സ്പേസാണ്. നമുക്കും ജീവിക്കണം. അല്ലെങ്കിൽ ഒരു മീനിനെ പോലെ, കരക്കിട്ട മീനിനെ പോലത്തെ ഒരു പെടച്ചിലാണ്. അപ്പോൾ അതിലിങ്ങനെ കുടുങ്ങി പോകുന്നു. പക്ഷെ നമുക്കറിയാം നമ്മുടെ രണ്ടുപേരും റിയാലിറ്റികൾ വേറെ വേറെയാണ്. അതിനകത്ത് ആ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. പക്ഷെ പ്രണയത്തിന് കണ്ണും മൂക്കില്ല എന്ന് പറഞ്ഞ മാതിരി ആദ്യം തന്നെ അതിൻ്റെ ബൗണ്ടറീസിന് ഇടിച്ച് തകർക്കാനല്ലേ നോക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൗന്ദര്യം കെട്ടുപോകും. അപ്പോൾ അങ്ങനെ അത് നമുക്ക് രണ്ടുപേർക്കും ബോധ്യപ്പെട്ടു. ഇത് നമ്മൾ കുറേ കൂടി ടോക്സിക്കായിട്ടാണ് പോവുക, ഗുണപരമായിരിക്കില്ല ആർക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിന്നെ അതിൽ നിന്ന് അപ്പോഴേക്കെന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ. അപ്പോൾ ഇതേ സമയം ബാലുവിന് വേറെ ഒരു പ്രണയമൊക്കെ നടക്കുന്നുണ്ട്. അതും നമുക്ക് അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് സന്തോഷം തോന്നുന്നത് എനിക്കെന്ന് വെച്ചാൽ ഷിഹാബ്ക്കയുടെ ഒരു സിൻഡ്രല്ല എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതിനകത്ത് ഭയങ്കര എന്താ പറയുക, ഒന്നുമേ ഇല്ലാതെ ഉള്ളു പൊള്ളയായ ഒരു ദാമ്പത്യമാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരു മാർക്കറ്റ് സ്പേസിൽ ഒരു പ്രത്യേക ടൈമിൽ എന്നും കണ്ടുമുട്ടും. പക്ഷെ ഇവള് സിൻഡ്രല്ലയായിട്ട് അയാൾ രണ്ടുപേരും രണ്ട് ഭാവത്തിലാണ്. രണ്ടുപേർക്കും മനസ്സിലാവില്ല. പക്ഷെ പ്രത്യേക ടൈമാകുമ്പോൾ ഇവർ ഓടും. അതായത് ഒരു ജോലി കഴിഞ്ഞ് കാണുന്നത് ഒരു മാർക്കറ്റ് സ്പേസിലാണ്, തിരക്കുള്ളത്. ഇവരിവിടെ നിന്ന് യാത്രകൾ പോകുമ്പോൾ പുഴക്കരക്കിയിരിക്കും, വർത്താനം പറയും. അവർ അനുഭവിക്കുന്ന സന്തോഷം, നിർവൃതി എന്ന് പറഞ്ഞാൽ വേറെയാണ്. പക്ഷെ ആ ബെല്ലടിക്കുന്നതിനകത്ത് പോയില്ലെങ്കിൽ ഇവർ പഴയ ആളാവും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇവർ പഴയ പോലെ ഭയങ്കര യാന്ത്രികമായിട്ട് കുടുംബം നോക്കി നടക്കുന്ന മനുഷ്യര്. പക്ഷെ ഇവരൊരു ഘട്ടത്തിൽ തിരിച്ചറിയാണ് ഇത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ജീവിതത്തിനെ എപ്പോഴും പരിഷ്കരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിൽ പ്രണയം എന്ന് പറയുന്ന അവസ്ഥയെ എപ്പോഴും നിലനിർത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലെ ഫ്രണ്ട്ഷിപ്പിനെയും സ്നേഹത്തിനെയും കരുതലിനെയും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ പ്രാക്ടീസിൽ നിന്ന് പോയി കഴിഞ്ഞാലാണ് ഈ കയോസുകൾ ഉണ്ടാവുന്നത്. എപ്പോഴും മനുഷ്യൻ ബ്രീത്തിങ് സ്പേസ് ഒരു അതറിനെ തേടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഉള്ള 3 കുടുംബമായിരുന്നു അത്. അപ്പം നമുക്കത് എല്ലാവരും കൂടി ഇരുന്നപ്പോൾ അത് മനസ്സിലായി. പിന്നെ എല്ലാവരും ഗോ ടു യുവർ ക്ലാസ്സസ് ആയി. അപ്പോൾ ഞങ്ങൾ തന്നെ പിന്നെ വന്നിരുന്നിട്ട് ഞാനും ബാലും തന്നെ അതിനെ അനലൈസ് ചെയ്യും. അപ്പം ഞങ്ങൾക്കത് മനസ്സിലായി നമ്മുടെ ഉള്ളിൽ ഇമോഷണൽ സ്പേസ് ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ടിയിടും. മിസ് ചെയ്യുന്നുണ്ടോ, അവളെ മിസ് ചെയ്യുന്നുണ്ടോ, അവനെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അത്രയ്ക്കും അത് ആരോഗ്യപരമായിട്ട് നമ്മളൊരു എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വട്ടെവർ സോക്കോൾഡ് അവിഹിതം എന്ന് മറ്റുള്ളവർ വിളിച്ചേക്കാമായിരുന്ന ഒരു കാര്യത്തിനെ ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും സ്വജീവിതം വെച്ച് മനസ്സിലാക്കുകയും അത് എന്തുകൊണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരിടത്തിൽ നിന്ന് ഞങ്ങൾ കുറേ പോയി. എന്നിട്ടാണ് പിന്നെ ഇത് വീണ്ടും ഇത് സംഭവിക്കണേ എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പുരുഷന്റെ മറക്കാൻ പറ്റാത്ത ഒരു സെക്ഷൽ ജലസിയാണ് അത്. അതായത് ഒരു പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞ പുരുഷന് മാത്രമേ ഉള്ളൂ എന്നാണോ ജോലി ചേച്ചി? ഇല്ലാന്നുണ്ട്, പെണ്ണിനും ഉണ്ടാവാം. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് അവർ അരക്ഷിതരാണല്ലോ സാമൂഹ്യ ജീവിതത്തിൽ. ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. കുറേയും കൂടിയും ഇവർക്ക് മറ്റു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പിന്നെ പെണ്ണുങ്ങളുടെ ഇമോഷണൽ ബൈൻഡിങ് വേറെ തന്നെയാണ്. കുട്ടിയും വട്ടിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുടുംബം. പ്രണയത്തെ കുറിച്ചിട്ട് അങ്ങനെ ഒരു സ്പേസ് ജോലി ചേച്ചിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ നിലനിൽക്കുന്ന അവസ്ഥയെന്ന് വിട്ടിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്ത്രീയാണ്. എൻ്റെ മക്കൾ വളരെ മുതിർന്ന പുരുഷന്മാരാണ്. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അവസ്ഥ തന്നെയാണ് ഞാൻ പരിഗണിക്കേണ്ടത്. കാരണം ഞാൻ വളരെയധികം ക്ലിങ്ങി ആവും, ഇമോഷണലി ക്ലിങ്ങി ആവും, ഞാൻ ഭയങ്കര നീഡി ആവും. അപ്പോൾ എനിക്ക് സ്വതന്ത്രമായ സ്പേസുകൾ വേണേം താനും, പക്ഷെ എപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു വാശി വരും. അതെനിക്ക് ഇനി വേറെ ഒരാൾക്കത് ബർഡനായി മാറും. കാരണം എനിക്ക് ഇപ്പോഴത്തെ എല്ലാ ബന്ധങ്ങളും കാണുമ്പോൾ എല്ലാവരും കരയുന്നത്, പ്രണയത്തിലുള്ളവരും വിവാഹിതരായവരും എല്ലാവരും കരയുന്നത്
ഇവർക്ക് എപ്പോഴും ഒരു ട്രസ്റ്റ് ബ്രീച്ച് ചെയ്യപ്പെടുന്ന അവസ്ഥകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കല്യാണങ്ങളായിക്കോട്ടെ, പ്രണയങ്ങളായിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനുള്ള സാധ്യതകൾ ഭീകരമാണ്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വെച്ചാൽ നമ്മൾ ഒരു ജൈവ പ്രകൃതിയിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഡിസിഷനാണിത്, അല്ലെങ്കിൽ നമ്മളൊരു വയറിംഗ് ആണ്, കോഡാണ്, അതൊരു മോറൽ കോഡിങ്ങിൻ്റെയാണ്. എനിക്ക് അങ്ങനെ പറ്റുന്നുള്ളൂ. അപ്പം എൻ്റെയൊക്കെ ഒരു പരിമിതിയായിട്ടാണ് ഞാനത് കാണുന്നത്. ഞാൻ അതിന് വലിയൊരു ഗ്രേറ്റ്നെസ് ആയിട്ടൊന്നും കാണുന്നില്ല. എനിക്കതിനെ മാറ്റണ്ട, എനിക്ക് അങ്ങനെ കമ്മിറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഒരു സഫോക്കേഷൻ അല്ലെങ്കിൽ ഒരു തൃപ്തി. അതുകൊണ്ട് തന്നെ ഒരു പരിമിതി തന്നെ. എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് ചാടി ഒന്നിനും പോകില്ല എന്നുള്ളത്. അതിൻ്റെ ഭയങ്കര ബോറടി ഉണ്ട്. നല്ല ബോറടി മാറ്റിക്കൂടാ? പ്രേമിച്ചിട്ടാണോ മാറ്റണ്ടേ? ആണോ? പക്ഷെ ഇതിങ്ങനെ നമുക്ക് വരൂ ഒന്ന് കൈ കാണിച്ച് ബസ് നിർത്തി എന്നാൽ നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. മനുഷ്യരെ നമുക്ക് അങ്ങനെ പരീക്ഷണ വസ്തുവായിട്ട് എടുക്കാൻ പറ്റൂലല്ലോ. സംഭവിക്കട്ടെ എന്നുള്ളത്, പ്രണയമൊക്കെ ഭയങ്കര ഓർഗാനിക് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കണം. അല്ലാണ്ട് നമുക്കതിങ്ങനെ മേക്ക് ഇറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഞാനതിന് എതിരൊന്നുമല്ല. സംഭവിക്കുമെങ്കിൽ സംഭവിക്കുന്നുള്ളതല്ലാതെ ഞാൻ ഇനി അയ്യോ ഈ പ്രായമായില്ലേ ഇനി കൊണ്ടെത്തിച്ചെന്നോ, അതൊന്നുമില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഓർഗാനിക്കായിട്ട് ഒരു സംഭവം സംഭവിക്കുകയാണെങ്കിൽ ഞാനല്ലേ ആള്, അതിലും തലയും കുത്തി വീണിരിക്കും. അപ്പൊ അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. പക്ഷെ അതിനുള്ള അന്വേഷണങ്ങൾ, ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളൊന്നുമില്ല. അങ്ങനെയില്ല, നിലവിലിപ്പോൾ ആരുമില്ല. അപ്പൊ അത് ഓഡിയൻസിന് അതൊരു ക്ലൂ ഇട്ട് കൊടുത്തതാണ്. ഫ്രീ ആണെന്നുള്ള സൂചന അങ്ങനെയൊന്നുമില്ല, ഈസിലി അവൈലബിൾ ഒന്നുമല്ല. ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മീറ്റ് ചെയ്യുന്നത് നമുക്കൊരു 50 മാർക്ക് കൊടുക്കാൻ പറ്റണ്ടേ? അതൊക്കെ ഉണ്ട്, അതൊക്കെ വേണം. മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അതിനോടൊക്കെ യോജിക്കുന്നതും എനിക്ക് സന്തോഷം തരുന്ന ഒരാളുമായി ഓർഗാനിക് ആയിട്ടുള്ള നമ്മൾ ഇതിൽ ജഡ്ജ്മെന്റിലൊന്നും ആവുന്നില്ല. ചിലപ്പോൾ ഈ പറയുന്നതിന്റെ എക്സ്ട്രീം നിൽക്കുന്ന വല്ലവരൊക്കെ ആയിരിക്കും. ഞാൻ ആ കാര്യത്തിലൊന്നും അങ്ങനെ എൻ്റെ രാഷ്ട്രീയമായിരിക്കണം, എൻ്റെ ജീവിതം അങ്ങനെയൊന്നുമല്ല. എനിക്കത് സംഭവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ഭയങ്കര രസം. എനിക്ക് ഈ ബാലു ഉള്ളതാണ്, എനിക്ക് പ്രേമിക്കണം. ഈ ബാലു വേണം അവിടെ. പ്രതികാര ബുദ്ധി അച്ഛൻ ഫീലിംഗ് ആണത്, അച്ഛൻ ഫീലിംഗ് ആണത്. പുള്ളിയുണ്ടെങ്കിൽ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രയാണത്തിലൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് പറയും അവനെ വായി നോക്കി എന്നൊക്കെ. അത് എനിക്കൊരു രസം. പുള്ളിക്ക് അതാന്ന് വെച്ചാൽ ഒട്ടും പോസസീവ് അല്ലല്ലോ. അതെന്ന് വെച്ചാൽ ജോലി ചേച്ചി എങ്ങും പോവില്ല എന്നുള്ള ധൈര്യം കൊണ്ടായിരിക്കും ഇനി. പുള്ളിക്കെന്ന് വെച്ചാൽ ഇതെല്ലാം തുറന്നു പറയുന്ന അറിയാം. അതുണ്ട്, അതെല്ലാം തുറന്നു. അതേസമയം തന്നെ പുള്ളി തന്നെ ഒരു കുട്ടി, ആ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിയായിട്ടൊക്കെ. പിന്നെ വെച്ചാൽ ആളെ ഒരു ഞങ്ങളുടെ ഉള്ളിൽ വേറെ തമാശ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം പ്രേമിക്കുന്ന കാലത്ത് ആളെപ്പോഴും സിനിമയ്ക്ക് പോകാൻ കടപ്പുറത്ത് വന്നൊക്കെ വിളിക്കുമ്പോൾ ഞാനൊന്ന് പാടില്ല നമ്മളെന്നുള്ള ലൈൻ. അപ്പോൾ തന്നെ ഞാനൊന്നും ചെയ്യില്ലൂടെന്ന് പറയാം. എനിക്ക് തന്നെയല്ല പേടി, എൻ്റെ പേടി. ഞാൻ 10-18 വയസ്സ് കഴിഞ്ഞ പെണ്ണല്ലേ. പക്ഷെ സത്യത്തിൽ അതൊന്നല്ല പേടി. നമ്മൾ സെക്സിൽ അങ്ങ് എത്തിപ്പോന്നുള്ള അങ്ങനത്തെ പ്രൈവറ്റ് സ്പേസിലേക്കൊന്നല്ല ആൾ വിളിക്കാൻ. എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ജീവിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അത് അമ്മയുടെ മാത്രം സപ്പോർട്ടുള്ളൂ എനിക്ക് പഠിക്കാനായിട്ട്. അപ്പം അന്നേരം ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഒരു എന്താ പറയണ്ടത്, നമ്മളൊരു ദുർനടപ്പ് എന്നുള്ള വർത്തമാനത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ കാര്യം ബ്ലോക്കാവും. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട. പിന്നെ എനിക്ക് കുറച്ചൊക്കെ ക്രിസ്ത്യൻ മൊറാലിറ്റി ആയിരുന്നു ആ കാലത്ത്. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഞാൻ വളരെയധികം റിജിഡായിട്ട് കല്യാണം കഴിക്കാതെ ഒരാളും എൻ്റെ മേല് തൊടരുതെന്നുള്ള അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പം അതിൽ നിന്ന് കഴിഞ്ഞ് പോകുന്നത് നമ്മളെ തന്നെ ലോക നിരീക്ഷണങ്ങൾ മാറുന്നതിൻ്റെ ഭാഗമാണല്ലോ. അപ്പം അതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആ കാലത്ത് ബാലു ആകെ അന്തം വിട്ടത്. ബാലു ആണെങ്കിൽ ഭയങ്കര സുമുഖനായ, ഏത് കാലത്തും ആളെ പ്രേമിക്കാൻ ഇഷ്ടം പോലെ പെണ്ണുങ്ങൾ ക്യൂ നിന്നിരുന്ന ഒരാളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അതും ഒരു വലിയ തിരിച്ചടിയായിരുന്നേ. അവളൊന്നും ഞാൻ വിളിച്ചിട്ട് വരാത്ത, ഒരു സിനിമയ്ക്കല്ലേ വിളിച്ചത് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കല്ലേ വിളിച്ചത് എന്നുള്ളൊരു സാധനം പുള്ളിക്കുണ്ട്. പക്ഷെ പുള്ളി അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നിൽ കണ്ടത്. അപ്പം ഞാൻ എന്ത് കണ്ടിട്ടാണ്? അപ്പം എനിക്ക് നിൻ്റെ ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം, നീ വിളിച്ചപ്പോൾ വന്നില്ലല്ലോ. അപ്പം ഞാൻ അപ്പം നിങ്ങൾ വിളിച്ചപ്പോൾ വന്ന പെണ്ണുങ്ങളൊക്കെ മോശക്കാരെന്നാണോ നിങ്ങൾ വിചാരിക്കണേ? നോക്കുക, ഞാൻ പറഞ്ഞാൽ ഇവരെ തന്നെ അറിയാതെ അവർ കൊടുത്തു പോകുന്നു. അപ്പം ഞാൻ അത് ഭയങ്കര അപകടമല്ലേ? നമ്മൾ സ്ത്രീകൾ എന്തുമാത്രം ട്രസ്റ്റ്ഫുൾ, ഭയങ്കര ട്രസ്റ്റ് ചെയ്തിട്ടല്ലേ പോകുന്നത്. പക്ഷെ അവരുള്ളിൽ പോലും പെട്ടെന്ന് ഈസിലി അവൈലബിൾ. അപ്പം ഞാനാലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ, അതായത് നമ്മളെ ഭയങ്കര വിർജിനിറ്റി ഒക്കെ കീപ്പ് ചെയ്ത ഒരാളാണല്ലോ എന്നുള്ള മഹിമയിലാണോ എന്നുള്ളതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര, അതൊക്കെ പുസ്തകത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഞങ്ങളുടെ ഉള്ളിലൊരു സംഘർഷത്തിന്റെ വഴികളായിരുന്നു അങ്ങനെ കാണുന്നതൊക്കെ. എനിക്ക് അത് ഓരോരുത്തരുടെ ചോയ്സാണ്. നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ
നിങ്ങളുടെ കൂടെ വരുന്നത് നിങ്ങളോടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. നിങ്ങൾ അതിനെക്കുറിച്ച് വേറെ ഭാവനകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇമ്മീഡിയറ്റ്ലി നമുക്ക് അട്രാക്ഷൻ തോന്നുന്നതാണ് പ്രണയം, അതിൽ ലസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് സമ്മതിച്ചു തരാൻ നമ്മളെ മൊറാലിറ്റി സമ്മതിക്കുന്നില്ല. മനുഷ്യൻ്റെ ഒരു ജൈവിക ചോദനയിൽ ലസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് സിൻഫുൾ ആയിട്ട് നമ്മൾ കാണുന്നത്. സത്യമാണ്, അത് നമുക്ക് സിൻഫുൾ എന്നുള്ളതല്ല, നമുക്കത് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒരു സോഷ്യൽ സർക്കംസ്റ്റാൻസസിലല്ല നമ്മൾ. പ്രത്യേകിച്ചും നമുക്ക് കൂടുതൽ ജാഗ്രത വേണം. സ്ത്രീ ആയതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്ന് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ലിവിങ് റിലേഷൻ വേണമെന്ന് അതൊന്നും പറ്റില്ല. മര്യാദയ്ക്ക് ഒപ്പിട്ടിട്ട് തന്നെ ഒന്നിച്ച് ജീവിച്ചാൽ മതി. എനിക്ക് വേറെ ക്രൈറ്റീരിയ ഒന്നും ഉണ്ടായിരുന്നില്ല, പള്ളിയിൽ പോയി കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മുടെ മാരേജ് ആക്ട് പ്രകാരം അങ്ങനെയൊക്കെ തന്നെ നിർബന്ധമുള്ള ഒരാളാണ്. പക്ഷെ ഇനി ഞാൻ ചിലപ്പോൾ അതിൽ നിന്ന് പോകുന്നു. ആ 21-കാരിയല്ല ഇന്ന് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആയിരിക്കില്ല. ഈവൻ 24/7 ഒരു റൂഫിൻ്റെ അടിയിൽ തന്നെ വേണമെന്നില്ല. പക്ഷെ സംവേർ ഐ ബിലോങ് എന്നുള്ള ഫീല് തരണം എനിക്ക്. ആരെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് രാത്രി ആകുമ്പോൾ ഗുഡ് നൈറ്റ് പറയാനും നീ ഭക്ഷണം കഴിച്ചാൽ ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കാൻ കഴിയുന്ന, ഞാൻ എവിടെയോ ബിലോങ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു ബന്ധം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഓർഗാനിക് സ്പേസിനെ മനസ്സിലാക്കുന്ന, എൻ്റെ മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അതങ്ങനെയല്ല അവർക്ക് അതിനൊന്നും ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിലും അത് അവരുടെ പ്രകൃതി അതാണ്, അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ അതാണെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു പാർട്ട്ണർഷിപ്പൊക്കെ കമ്പാനിയൻഷിപ്പൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ നോ വെച്ചിട്ടൊന്നുമില്ല എന്തിൻ്റെ പുറത്തും. എന്താണ് മുന്നോട്ടുള്ള പ്ലാനുകൾ? പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനിയും എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ വിളിച്ചിട്ട് ചേച്ചിക്ക് എഴുതാനൊക്കെ പറ്റും, ഒന്നുകൂടി ശ്രമിക്കുന്നു. അപ്പം ഞാൻ പൊതുവെ നല്ല മടിച്ചിയാണ്, ചെറിയ മടിയല്ല, നല്ല മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കൂടെ സഹായിച്ച് ഉന്തിത്തള്ളി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു പുസ്തകമൊക്കെ എഴുതണമെന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഫെമിനിസ്റ്റ് മൂവ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമല്ല, സ്ത്രീകളെ തന്നെ ഞാൻ എന്നെ തന്നെ ഡിസെക്റ്റ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സാണ്. എന്നെ അകത്ത് കൺവെൻഷണൽ സ്ത്രീയും എൻ്റെ അകത്ത് കുതിറി നിൽക്കുന്ന സ്ത്രീയും അപ്പുറത്ത് എത്തി നിൽക്കുന്ന 3 സ്ത്രീകളെയും വെച്ചിട്ടുള്ള ഒരു ഡിസെക്ഷനാണ്. അത് പല സ്ത്രീകളിലൂടെ ഒരു ജേണിയായിട്ട് ഞാനിങ്ങനെ കുറച്ച് നമ്മളടുത്ത കൂട്ടുകാരികളോടൊക്കെ അത് സംസാരിച്ചപ്പോൾ അവരും അതിലേക്ക് അപ്പോൾ എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു വർക്കല്ല അത്, 2-3 പേര് ചേർന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ബുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ പതിവ് പോലെ തന്നെ ഇവിടെ വന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത കാലം തൊട്ട് ഉള്ളിൽ കൊണ്ടുനടക്കുന്ന സ്വന്തം സ്ക്രിപ്റ്റിലൊരു സിനിമ. ഇതാണ് ഇപ്പം ഭാവിയിൽ ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, എന്തെങ്കിലും പണിയെടുക്കുന്ന കാര്യം ഇതുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ബാക്കി ഇപ്പോൾ വർക്ക് വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ. ഈ ഞാൻ പറഞ്ഞില്ലേ, പ്രാദേശിക അടിസ്ഥാനത്തിൽ സിനിമകൾ മാറുമ്പോൾ ക്യാരക്ടർ റോള് ചെയ്യാൻ പുതുമുഖങ്ങൾ മതി എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. ബജറ്റ് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ സിനിമകൾ മാറിയപ്പോൾ വർക്ക് വളരെ കുറവ് സത്യം പറഞ്ഞാൽ. ചെയ്ത വർക്കുകൾ തന്നെ ഇപ്പൊ ഒരു ക്ലീശകളായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരേ സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങൾ അത്ര തന്നെ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അമ്മയെ കുറിച്ചും നല്ല ഭാവന. അമ്മ എന്ന് പറഞ്ഞാൽ പൊതുവെ സർവ്വം സഹയാണ്, അല്ലെങ്കിൽ കുടുംബക്കാര്യം നോക്കാൻ പറ്റുന്ന, നമുക്ക് അതല്ലാതെ ഇപ്പോൾ അലസവിലസിയായിട്ടുള്ള ഒരു അമ്മ, മക്കൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ തൻ്റെ ആന്തരിക ലോകത്തിൻ്റെ പൊറുതികേടുകളിൽ തന്നെ നിൽക്കുന്ന ഒരു അമ്മ, ഇതൊന്നും നമ്മൾ ആലോചിക്കുന്ന പോലും ഇല്ലല്ലോ. അമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും കരുതലുള്ള, സ്നേഹമുള്ള, ക്ഷമയുള്ള, ത്യാഗമുള്ള, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന, സ്നേഹത്തിൻ്റെ പുറത്ത് പൊട്ടിത്തെറിക്കുന്ന ഒരു അമ്മയായിരിക്കും. അല്ലെങ്കിൽ മരുമകളോട് മാക്സിമം കുശുമ്പെടുക്കുന്ന ഒരു അമ്മ. അതിനപ്പുറമുള്ള ഡിസൈനൊന്നും അമ്മയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് അതൊരു പാറ്റേൺ തന്നെയാണ്. അത് ചെടിപ്പൊന്നുമില്ല. നമ്മൾ എന്നും ഒരു ജോലി ചെയ്യുന്നതിൽ ചെടിപ്പില്ലല്ലോ നമുക്ക്, നമ്മളെ സർവൈവൽ അല്ലേ അത്. അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ അത് മാത്രമല്ല നമുക്കങ്ങനെ ഒരുപാട് വേഷമൊന്നും വരുന്നില്ലല്ലോ. വരുന്നത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ചാടിപ്പിടിക്കുക എന്നുള്ളതാണത്. അപ്പം അങ്ങനെയുണ്ട്, ആ ഒരു സ്ട്രഗിളിങ് ഉണ്ടെന്ന് തന്നെ പറയണമല്ലോ. പക്ഷേ എനിക്കൊരു ഭയങ്കരമായിട്ട് നോക്കുമ്പോൾ ഒരു 7 വർഷത്തെ ഒരു യാത്രയിൽ ഞാൻ അത്ര ഗതികേടൊന്നും അനുഭവിച്ചില്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ട്വിസ്റ്റുകൾ നോക്കുമ്പോൾ സിനിമ തന്നെയാണ് എന്നെ സഹായിച്ചത്. കാരണം ഞാൻ അങ്ങനെ ഒരുപാട് സാമ്പത്തികമായിട്ട് വളരെ സുരക്ഷിതമായ ഒരിടത്തുനിന്ന് വരുന്ന ഒരാളൊന്നുമല്ല. ഇങ്ങനെ ജോലി ചെയ്താൽ തന്നെ ജീവിച്ചു പോകാവുന്ന ഒരാളാണ്. മാത്രല്ല അതിനകത്തിപ്പോ അല്ലെങ്കിലും ജോലി ചെയ്യണല്ലോ. അതെ, അത് മാത്രല്ല ഇപ്പൊ ഒരു ഇന്റർനാഷണൽ അവാർഡ് അടക്കം ഇപ്പൊ കാളിരാത്രിയിൽ കിട്ടി, വേറെ കൊമ്പലിലും അവാർഡുകൾ കിട്ടി, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് അതും സ്റ്റേറ്റിന്റെ കിട്ടി, നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സിനിമയുടെ കൂടെ നമ്മൾ സിനിമയുടെ പ്രതിസന്ധി എപ്പോഴും പറയും, നല്ല നല്ല കാര്യങ്ങൾ കിട്ടി എന്നുള്ളത് അവിടുത്തെ പ്രശ്നങ്ങളെ പറയാതിരിക്കാനുള്ള ഒരു ടോക്കൺ ഒന്നും അല്ല. അപ്പൊ അത് നമ്മൾ പറയുക, ആര് തന്നാലും തന്നില്ലെങ്കിലും
അതേസമയം എനിക്ക് സിനിമ തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ ബുക്കും തന്നത്. ഞാൻ അതർവൈസ് ബുക്ക് എഴുതുന്നതിനെ കുറിച്ചൊന്നും ആലോചിക്കൊന്നുമില്ല, എൻ്റെ മടി വെച്ചിട്ട്. എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് എന്നേലും കാലത്ത്, പക്ഷെ അത് വേണമെങ്കിൽ ഇനിയും കുറേ നീണ്ടു പോകുമായിരുന്നു. അപ്പോൾ അത് സിനിമയുടെ ഒരു തന്ന വിസിബിലിറ്റി എന്നാണ് ഇൻ്റർവ്യൂകൾ ഉണ്ടാവുന്നു. ഇൻ്റർവ്യൂകളിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടാണ് അത് ബുക്കാക്കിക്കൂടെ എന്ന് വരുന്നത്. ഇപ്പോൾ ഈ ബുക്ക് കണ്ടപ്പോഴും ആളുകൾ ചിന്തിക്കുന്നു എന്താ വേറൊരു ബുക്കിനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ അന്നേരം മാത്രമേ ഞാൻ ചിന്തിക്കൂ, അല്ലാതെ എനിക്കുള്ളിൽ നിന്ന് ഇപ്പോൾ ഒരു ഡ്രൈവും ഇല്ല. സത്യത്തിൽ പണ്ട് ഞാൻ ഒരുപാട് അതിൽ കാണാം, കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടുള്ള, എനിക്ക് 24 മണിക്കൂർ പോരാ എന്ന് ചിന്തിക്കുന്ന അത്രയ്ക്കും എൻ്റെ ജീവിതം ഫങ്ഷണലാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് പ്രവർത്തന നിരതയായിരിക്കുന്ന ഒരാളാണ് എനിക്ക്. അത് മുട്ടത്തട്ട് എത്തുന്നുള്ളതല്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നിൽക്കണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എനിക്ക് ഒരുപാട് സമയമാണ്. എനിക്ക് അറിഞ്ഞുള്ളത് എന്തിനാണ് ഈ സമയം വെറുതെ ഇങ്ങനെ ഇരുന്ന് പാഴായി പോവാന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്ന് പോവാം. കാരണം മനുഷ്യരായിട്ടൊന്നും അധികം ബന്ധമില്ല. ഇവിടെയാണ് മക്കള് അവരുടെ ലോകത്താണ്. അപ്പോൾ മാക്സിമം കാണുക സിനിമ കാണും, ടി വിയിൽ എന്തെങ്കിലും ഇഷ്ടം കാണുക. വായനയും കുറവാണ്, ഭയങ്കര കുറവാണ്. ഇതിലാണ് സമയം പോകുന്നത്, മൊബൈലിലൊക്കെ. അതിങ്ങനെ എനിക്ക് അത് തോന്നിയിട്ടുള്ളത് ഈ ഏകാന്തതയുടെ. കാരണം നമ്മൾ ഈ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യരെയല്ലേ കേൾക്കുന്നത്, കാണുന്നതും കേൾക്കുന്നതും ഈ വർത്തമാനമാണല്ലോ. ഇപ്പോൾ ഒരു അനു എഴുതി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് അനു എന്നോട് പറയുകയാണ്. അപ്പം ഞാൻ അനുവിനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നിച്ചാൽ നമ്മൾ ഈ വെർച്വൽ ലോകത്ത് ഭയങ്കരമായി റിയൽ വേൾഡിനെ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ. അപ്പോൾ എൻ്റെ സമയം മുഴുവൻ എനിക്ക് അതിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനുഷ്യരോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പോയി എടുത്തു, നേരെ നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും റീൽസ് കണ്ടു. അപ്പോൾ ഏത് സമയം ഞാൻ മനുഷ്യരുടെ ഉള്ളിലാണെന്നുള്ളൊരു ഫീലില്ല. അപ്പോൾ എനിക്കതിപ്പോൾ തോന്നുന്നുണ്ട്, ഭയങ്കര അപകടം ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ എല്ലാ നല്ല സമയങ്ങളും ഉറങ്ങാതെ പോലും ഉറക്കത്തിനൊക്കെ അത് ബാധിച്ചു. അതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകണം. അത് പക്ഷേ ഉള്ളിൽ നിന്ന് ഒരു ഡ്രൈവ് ഇല്ലാത്ത വലിയൊരു പ്രശ്നമുണ്ട്. ഇനി എന്താ ചെയ്യാനുള്ളതെന്നൊക്കെയുള്ള ഒരു വ്യർത്ഥതയാണോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു തുടക്കമായിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന് തോന്നുന്നു. കാരണം ഇത് നിർത്തിയെടുത്തെന്നാണ് ഇനി കൂടുതൽ വലിയ പലതരത്തിലുള്ള തുടർച്ചകളുണ്ട്. അല്ല, എനിക്ക് ആ തുടർച്ച ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കളക്റ്റീവായിട്ട് നിന്നിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റും. ഈ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സന്തോഷം തരുന്ന കാര്യമല്ല. ഒരു ആത്മരീതി പോലെ അങ്ങനെ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ കുഴപ്പമാണോ അത്? പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ഒരു തുടർച്ചകൾ ഉണ്ടാവണമെങ്കിൽ ഇത് കളക്റ്റീവായിട്ട് ചെയ്യണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രൂട്ട്ഫുള്ളായിട്ട് ചെയ്യാം, വെറുതെ സമയം പോകാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിന് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. ഇപ്പോൾ WCC പോലെയുള്ള ഒരു സ്പേസിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. വ്യത്യസ്തമായ സാമൂഹ്യ തലങ്ങളാണ്, ഇൻ്റലക്ച്വലായിട്ടുള്ള തലങ്ങളാണ്, പൊളിറ്റിക്കലായിട്ടുള്ള തലങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് അങ്ങോട്ടുള്ളൊരു ആസ് എ സിസ്റ്റർഹുഡ് എന്നുള്ള രീതിയിൽ ഗീവ് ആൻഡ് ടേക്സ് ഒക്കെ വളരെ കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്, എന്നെ സംബന്ധിച്ച്. അതേസമയം അത് ഭയങ്കര അനിവാര്യമാണ്, അങ്ങനെ ഒരു സ്പേസ് ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളക്റ്റീവ് ഉള്ളത്. സിനിമാ ലോകത്ത് നല്ല അർത്ഥത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആസ് എ പേഴ്സൺ എന്നെ സംബന്ധിച്ച് അതില്ല. എൻ്റെ ഇടം എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ഷെയറിങ്ങിനുള്ള സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത് മേ ബി എൻ്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭയങ്കര ഗ്രാസ് റൂട്ട് ലെവലുള്ള മനുഷ്യരോട് മാത്രം ഇൻട്രാക്ട് ചെയ്ത് വന്ന ഒരാളാണ്. എനിക്ക് അതിൻ്റെ ആ പ്രശ്നങ്ങളും അതിൻ്റെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവുള്ളൂ. അതെൻ്റെ പരിമിതി ആയിരിക്കാം, അവരെ മാത്രം കുഴപ്പമല്ല അത്. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് ഒന്നും കൊടുക്കാനില്ല, മേ ബി അവരിൽ നിന്നൊന്നും സ്വീകരിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ആ ഒരു സ്പേസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ അത്ര ഞാൻ സജീവമല്ല. എന്നാൽ അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ പക്ഷെ സജീവമല്ലാത്തതുകൊണ്ട് അത് അന്വേഷിക്കാറില്ല. അതെ, ഇത് വായിച്ച സമയത്ത് എനിക്കും ഏറ്റവും കൂടുതൽ ഞാൻ ചേച്ചിയോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അത്രയും പെയിൻ ഉണ്ടായ ഒരു കാര്യം, ഇത്രയൊക്കെ ഓപ്പൺ ആയിരുന്നിട്ടും ഇത്രയൊക്കെ പരസ്പരം അറിഞ്ഞിട്ടും ഒരു സ്ത്രീയുടെ പ്ലഷർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ സ്ത്രീ ഒറ്റയ്ക്കാവുന്ന ഒരു അനുഭവം. അതായത് അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെയിൻ ആവുന്ന സമാനമാണ് സ്ത്രീകളുടെ അനുഭവങ്ങൾ. അതാണ്, അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഈ പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിച്ചത് സ്ത്രീകളാണ്. അതും ഈ 25-നും 65-നും ഇടയിൽ പ്രായമുള്ള, ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത സ്ത്രീകൾ. നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് മുഖപുസ്തകത്തിൽ അറിയാം, ഇത് അങ്ങനെയൊന്നും കാണാത്ത, പക്ഷെ എല്ലാവർക്കും ഈ ഏരിയയാണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മളുടെ ദാമ്പത്യങ്ങളൊക്കെ ICUലാണ്. 80% ഡിവോഴ്സ് എത്തിന്ന് പറയുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മനുഷ്യന്മാരൊക്കെ എന്ത് തരം മൊറാലിറ്റീനെ ഉണ്ടാക്കിയെടുക്കാൻ, എന്ത് തരം കുടുംബങ്ങളെ, എത്രമാത്രം മനോരോഗികളായിട്ടുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാനാണ് ഇവർ ഈ പണിയെടുക്കണമെന്നുള്ളത്. സത്യം, അങ്ങനെയുള്ള മനോരോഗികളായ മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുന്ന മക്കൾക്ക് എന്ത് തരത്തിലുള്ള ഒരു എന്താ പറയേണ്ടതാണ് ഉത്കർഷേച്ഛകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രണയം സെലക്ട് ചെയ്ത് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതെ, പക്ഷെ അവര് പോലെ അതാണ് പാറ്റേണിലേക്ക്. അത് വെച്ചാൽ നമ്മളൊരു കാര്യമുണ്ട്, ഈ കല്യാണം എന്നതിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഇത് വെറും
ഭാര്യ ഭർത്തൃന്നുള്ള വ്യവസ്ഥാപിത അധികാര ബന്ധത്തിലേക്ക് മാറുകയും ഈ പറഞ്ഞിരുന്ന സ്ത്രീയെക്കുറിച്ച് അവർ ആർദ്രമായി ചിന്തിച്ചിരുന്ന, അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ഈ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവുകളൊക്കെ ഇവർ മറന്നേ പോകും. അതൊരു വല്ലാത്ത മാജിക്കാണ്. തൻ്റെ അടുത്ത് ഭാര്യ എന്നുള്ള പൊസിഷനിൽ ഒരു സ്ത്രീയെ കാണുമ്പോഴേക്കും ഇവരുടെ പ്രശ്നങ്ങളെ മുഴുവൻ മറന്നു പോകുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയമായ ഒരു അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി അത്രയ്ക്കും ഒരു ഡെപ്തേ ഇവർക്കുള്ളൂ എന്നുള്ളത് ഭയങ്കര പ്രശ്നം. അത് തന്നെയാണ് ഒരു മനുഷ്യത്വം പോലും ഇല്ലല്ലോ. അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു മനുഷ്യ അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ചില ഫാക്കൽറ്റികളുടെ പ്രശ്നങ്ങളാണ്, കോൺഫിഗറേഷന്റെ പ്രശ്നങ്ങളാണ്. അതിലില്ല. അത് പൊതുവെ അതിൻ്റെ ഒരു DNA തന്നെ ആ പ്രശ്നങ്ങൾ അത് എല്ലാവരും ആ ഭാഗത്തുള്ള ഞങ്ങൾ കോസിസ്റ്റേഴ്സ് എല്ലാവരും ഒരുമിച്ച് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതൊരു ജനിതക ഘടനയിലുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. അത് ഒത്തിരി ഒരു ഇമോഷണൽ ഗിവ് ആൻഡ് ടേക്സ് ഒക്കെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഇത് നമ്മൾ നോക്കിയാൽ മഴ പെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ഞാൻ പറഞ്ഞു റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് ഒരു കട്ടനിട്ട് കുടിച്ചാലോ എന്ന് നമ്മളോട് സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓടിച്ചാടി പോയി ഒരു കട്ടൻ ഉണ്ടാക്കി എടുക്കാൻ തോന്നും, അല്ലെങ്കിൽ എടുത്ത് വരാൻ തോന്നും. അതിനകത്ത് നമ്മൾ അയ്യോ ഞാൻ പോയി ഞാൻ തന്നെ കട്ടനിട്ട് അത് ചിന്തിക്കില്ല. അവിടെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് പോവാം. നേരെ മറിച്ച് നമ്മൾ പോയി മഴ ചായ എടുത്തുകൊണ്ട് വന്നു, അതേ നല്ല മഴ അല്ലേ എന്ന് പറഞ്ഞൊരു ചായയും കൊടുത്ത് കുടിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. റൈറ്റ്? നമ്മൾ ഒരേ ആക്ട് ചെയ്യുന്നത്, പക്ഷെ എവിടെയാണ് നമുക്ക് ആ സന്തോഷം എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു ആക്ട് നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ മറന്നു പോകുന്നത് അതിനകത്ത് പാർട്ടിസിപ്പേഷൻ വരുമ്പോഴാണ്. ഇതില്ല, അത് ഒരു ഏരിയയിലും ഇല്ല. ചെറിയ ചെറിയ നനുത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങളിൽ അങ്ങനത്തെ ഒരു അവരുടെ ഒരു സ്വമേധയാ ഉള്ള ഇൻവോൾവ്മെന്റുകളില്ല. അത് നമുക്ക് ഭയങ്കര നമ്മളെ ക്ഷമയുടെ നെല്ലിപ്പല കാണുന്നിടത്ത് വെച്ചിട്ടാണ് പിന്നെ അത് പോകുന്നത്. അപ്പം ഒരു ടോളറൻസ് ലെവൽ തീരുന്നോട് കൂടിയിട്ട് നമ്മൾ ഭയങ്കര ബ്രൂട്ടലി അശ്ലീലമുള്ള ആളുകളായി മാറും. എനിക്കങ്ങനെ തോന്നുന്നു വെച്ചാൽ എപ്പോഴും ക്ഷമ നശിക്കുന്നിടത്ത് പിന്നെ ആ മനുഷ്യർ ഏറ്റവും അഗ്ലിയസ്റ്റ് ആയിട്ടുള്ള ആളുകളായി തീരും. അപ്പോൾ ഒരുപാട് ക്ഷമിക്കാതിരിക്കുന്നത് എപ്പോഴും പെണ്ണുങ്ങൾക്ക് നല്ലത്. അവരെ സൗന്ദര്യം കെടുത്തുന്ന വിധത്തിൽ അവരുടെ ജീവിതം അവരാക്കി തീർക്കും. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം അതാണ്. ഒരുപാട് ക്ഷമിക്കാതിരിക്കുന്നത് തന്നെയാണ് നമ്മളുടെ സ്പേസിനെ ഡിമാൻഡ് ചെയ്യാനും നമ്മളുടെ ഡിഗ്നിറ്റിനെ ഡിമാൻഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മെത്തേഡ് അതാണ് എനിക്ക് മനസ്സിലായത്. അത് വലിയ ഗുണമല്ല. നമ്മൾ അമ്മമാരെ ത്യാഗങ്ങളെയാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ ഡിഗ്നിറ്റീനെ കീപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് സാക്രിഫൈസസ് അത് ചെയ്യുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അതൊട്ട് കിട്ടുന്നില്ല. അതെ അതെ. അപ്പോൾ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്നേഹം പോലും അത് വളരെ ഓർഗാനിക്കായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. അതിന് നമുക്ക് സാക്രിഫൈസിന്റെ ആവശ്യമില്ല. അപ്പൊ സാക്രിഫൈസ് വേണമെന്ന് നമ്മളെ പഠിപ്പിച്ചു വിട്ടതാ. സ്നേഹം കിട്ടണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യണം നമ്മളെ പഠിപ്പിച്ചു വിട്ടത്. പക്ഷെ അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി വേഗം തന്നെ നമ്മളെ സ്പേസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് വേണ്ടതിനെ ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. അപ്പം കൂടുതൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാവട്ടെ, നമുക്ക് കൂടുതൽ ആനന്ദിക്കാൻ പറ്റട്ടെ തീർച്ചയായും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കാം, സംഭാഷണം അവസാനിപ്പിക്കാം. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും എനിക്കും അതെ. അനുവിനെ പോലത്തെ ഒരാൾ തന്നെ എന്നെ പിടിച്ചിരുത്തി ഇത്രയും കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അതുമാത്രമല്ല കേരളീയം പോലെ ഒരു സ്പേസിൽ തന്നെ വന്ന് നമ്മളെ പഴയ സുഹൃത്തുക്കളാണ് അവർ. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചർച്ച ചെയ്യാത്ത പല ഏരിയയും ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ പറയാൻ പറ്റിയതിൽ എനിക്കും സന്തോഷം. അപ്പോൾ നമ്മൾക്ക് ആനന്ദമാർഗികളായിട്ട് ഇനിയും പോകാം. അതെ, താങ്ക് യു.